ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്, നമ്മുടെ ഹോണ്ടയുടെ ആക്റ്റീവ വണ്ടി, HT ആക്റ്റീവയാണ്. നിലവിൽ വണ്ടിക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ്, മോർണിംഗിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇതേപോലെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ട് നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗമൊക്കെ അഴിച്ച് ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻറ്റ് കാണിക്കണുള്ളൂ. ഇപ്പോൾ ഇന്ന് കംപ്ലൈൻറ്റ് കാണിച്ചപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഓൾറെഡി കാർബറേറ്ററൊക്കെ നമ്മൾ അഴിച്ചൊന്നുകൂടി ക്ലീൻ ചെയ്തൊക്കെ ഇട്ടു. പ്ലഗിൻ്റെ ഭാഗമൊക്കെ നോക്കി, പ്ലഗിൽ കറണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിക്കണമെങ്കിൽ കൂടി വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അതാണ് ശരിക്കും എൻ്റെ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ സ്റ്റാർട്ടർ കോയിൽ, ഈ വന്ന കോയിലാണ് കംപ്ലയിൻറ്റ്. അതായത് എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന കോയിലാണ് അതിൻ്റെ പ്രോബ്ലം കാണിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പുതിയത് സെറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വണ്ടി ഓക്കെ ആയിട്ടുണ്ട്. ഈ ആയിട്ടാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേട്ടോ. എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന പീസാണ്, ഫ്ലൈ വീലിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിനയറ്റത്തിന് നമുക്ക് റേറ്റ് 1068 നമുക്ക് ഉണ്ട്. സ്റ്റാർട്ടർ കംപ്ലീറ്റ് വന്നിട്ട് ഫുൾ സെറ്റ് യൂണിറ്റ് ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും വണ്ടി. ഓക്കെ, അതിൻ്റെ പ്രശ്നമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ചില സമയങ്ങളിലാണ് ആ പ്രശ്നം കാണിക്കുക കൂടുതലായിട്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ കംപ്ലയിൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് റെഡിയാക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ പ്ലഗിലൊക്കെ എല്ലാം കറക്റ്റ് കറണ്ട് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്തിൻ്റെ ആണെന്നുള്ള കേസ്. അപ്പോൾ വർക്ക് റെഡി ആയിട്ടുണ്ട്, കംപ്ലയിൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ.